ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റവയും പാലൊക്കെ വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് പിന്നെ കുറച്ച് ചെറുതായി കട്ട് ചെയ്ത ക്യാഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. മുന്തിരിയൊക്കെ ഒന്ന് പൊള്ളച്ച് വരുമ്പോഴേക്കും നമുക്കതിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെയ്യിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിനാണ് കേട്ടോ അളന്നെടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വറുത്ത റവയാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. നെയ്യിൽ വറുത്തെടുക്കുക. അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റിയാണ്. നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കണം കേട്ടോ. ഇനി അപ്പോഴേക്കും നമുക്ക് ഇത് റെഡിയാക്കാമല്ല പാത്രം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് പാത്രത്തിൽ നന്നായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും ക്യാഷും ചേർത്ത് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന അതിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏതാനും റവ ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റവ അളന്നെടുത്ത ആ കപ്പിന് തന്നെ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽ ചേർത്ത് കൊടുത്താൽ അപ്പം തന്നെ പെട്ടെന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട കുത്തും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം നമുക്ക് ആ കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വാനില എസൻസും പാടെയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യും പാട് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയും പാട് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ പഞ്ചസാര ഉരുകിയതിന് ശേഷം നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്പൂണിൽ നെയ്യാക്കി കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂറൊക്കെ വേവോളം ഒന്ന് ചൂടൊക്കെ നല്ലോണം പോവോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഞാൻ ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പാത്രത്തേക്ക് ഒന്ന് കമഴ്ത്തി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ നമ്മളെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. കണ്ടില്ലേ നമ്മളെ ടേസ്റ്റി പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ടേസ്റ്റിയാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.